തിരുവനന്തപുരം കാട്ടാക്കടയിൽ വീട്ടമ്മയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പേരൂർക്കട സ്വദേശി മായാമുരളിയാണ് മരിച്ചത്. വാടക വീടിന് സമീപത്തെ പറമ്പിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സലീം മാലിക് തിരുവനന്തപുരത്ത് ചേർന്നു. സലീം, ദുരൂഹത ഉയരാനുള്ള പ്രധാന കാരണം എന്താണ് വിശദാംശങ്ങൾ? സുഹൈലി, സമീപവാസികളാണ് ഈ മായാമുരളിയുടെ മൃതദേഹം ആദ്യം കാണുന്നത്. ഈ വീടിന് ഇവർ കുറച്ചു മാസങ്ങളായി ഈ സ്ഥലത്ത് ഈ പ്രദേശത്തെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. അവിടെയുള്ള ഒരു പറമ്പിലാണ് മായാമുരളിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ നാട്ടുകാർ കാണുന്നത്. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദുരൂഹത ഇവർക്കൊപ്പം താമസിച്ചിരുന്ന രഞ്ജിത്ത് എന്നയാളെ ഈ സംഭവത്തിന് ശേഷം കാണാനില്ല എന്നുള്ളതാണ്. കാട്ടാക്കട ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർ ഈ സംഭവ സ്ഥലത്ത് എത്തി പരിശോധന നടത്തുന്നുണ്ട്. ഈ നാട്ടുകാരോട് പറഞ്ഞിരുന്നത് ഈ രഞ്ജിത്ത് ഇവരുടെ ഭർത്താവാണ് എന്നാണ്. പക്ഷെ അതിൽ പോലീസ് ഒരു സ്ഥിരീകരണം വരുത്തിയിട്ടില്ല. ഓട്ടോ ഡ്രൈവറായ രഞ്ജിത്ത് കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് മായാമുരളിയുമൊത്ത് ഇവിടേക്ക് എത്തുന്നത്. അതിൽ ഇവർ ഭർത്താവും ഭാര്യയുമാണോ എന്നുള്ള കാര്യം ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരികയാണ്. മാത്രമല്ല, ഈ കാട്ടാക്കട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെയായി പുരോഗമിക്കുകയാണ്. ഈ ആളൊഴിഞ്ഞ പറമ്പിൽ, ഈ വീട്ടിൽ നിന്ന് അല്പം മാറിയുള്ള ഒരു ആളൊഴിഞ്ഞ പറമ്പിലാണ് ഈ മൃതദേഹം കണ്ടത് എന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അവിടേക്ക് ആരെങ്കിലും കൊണ്ടുവന്ന് ആ പ്രദേശത്ത് എത്തിച്ച് കൊലപ്പെടുത്തിയതാണോ അതോ വീട്ടിൽ നിന്ന് കൊലപ്പെടുത്തി അവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചതാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് പരിശോധന നടത്തുകയാണ്. നിലവിൽ കാര്യമായി അവിടെ പ്രതിയിലേക്ക് എത്തുന്നു എന്ന നിലയിൽ ഒരു സൂചന പോലീസിനെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ മൃതദേഹത്തിൽ നിന്നുള്ള തെളിവ് ശേഖരണം ഉൾപ്പെടെ നടത്തി വരികയാണ്. അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ ഒരു തെളിവ് ലഭിക്കുമെന്നുള്ളതാണ് പോലീസിന്റെ പ്രതീക്ഷ. മാത്രമല്ല, പോലീസ് നിലവിൽ സംശയിക്കുന്നതിൽ ഒന്നാം പേരുകാരനും ഈ രഞ്ജിത്ത് തന്നെയാണ്. സലീം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്. വീട്ടമ്മയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട്. പറമ്പിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. രഞ്ജിത്ത് എന്നൊരാൾക്കായി അന്വേഷണം തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.